സഞ്ജുവുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ താല്പര്യമെടുത്തത് എനിക്ക് നഷ്ടമായതൊക്കെ അവൾക്ക് സ്വന്തമാവാനായിരുന്നു. സോറി വല്യേച്ചി, വല്യേച്ചിയുടെ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാൻ പോവാ. എനിക്ക് വേദനയുണ്ട്. മകൾക്ക് വേണ്ടി വല്യേച്ചിക്ക് മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടെത്താമായിരുന്നു. ഇപ്പൊ ആ പെണ്ണ് വന്നതിന് ശേഷം എന്റെ മനസ്സമാധാനം നശിച്ചു തുടങ്ങി. ഇവിടെയുള്ളവര് മരിച്ചുപോയ എന്റെ മകളുടെ പേരായ അമ്മൂന്ന് അവളെ വിളിക്കുന്ന കേൾക്കുമ്പോ മൂർച്ചയുള്ളൊരു കഠാര എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എന്റെ മകളുടെ ജീവിതത്തിന് ആ പെണ്ണൊരു ഭീഷണി തന്നെയാ. അതെപ്പോഴേ വ്യക്തമായി കഴിഞ്ഞതല്ലേ? അമ്മുവിൽ നിന്ന് വേണം എനിക്ക് തുടങ്ങാൻ. എന്റെ മോളേക്കാൾ ശ്രീദേവി ഇപ്പൊ അവളെ സംരക്ഷിക്കുന്നത്. അവളെ മകളായി അംഗീകരിച്ചു വെച്ചിരിക്കേ. എന്നോടുള്ള ശ്രീദേവിയുടെ വെല്ലുവിളി അതെന്ന് എനിക്കറിയാം. എന്താ സംശയം? വല്യേച്ചി ഒഴിവാക്കാൻ ശ്രമിച്ചവളെ ശ്രീദേവി മകളുടെ സ്ഥാനം നൽകി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ശ്രീദേവി എന്തൊക്കെ പ്ലാൻ ചെയ്താലും കാഞ്ചന ഈ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ ഭർത്താവിന്റെ ചടങ്ങ് ഈ കാഞ്ചന നടത്തില്ലേ. നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എനിക്കും നിനക്കും. ഇവിടെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർത്തവരുടെ മുന്നിൽ തോറ്റുകൊടുക്കുക. മനസ്സിൽ കനൽ പോലെ കിടന്ന പക ആളി കത്തിക്കാനുള്ള സമയം ഇതാണ്. ശ്രീദേവിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. അവളുടെ ഭർത്താവിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണെന്ന് അവളൊന്ന് മനസ്സിലാക്കണം. വല്യേച്ചിയുടെ കൂടെ ഞാനുണ്ട്. നമ്മൾ ഈ ചടങ്ങ് എന്ത് വില കൊടുത്തും അലങ്കോലപ്പെടുത്തും. പക്ഷേ ശ്രീകുട്ടിയോ സഞ്ജുവോ ഒന്നും അറിയരുത്. ഇതിന്റെ പേരിൽ അവർ തമ്മിൽ പിണങ്ങിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ശരി, നീ ചെല്ല്. വല്യേച്ചിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ശ്രീകുട്ടിയുടെയും സഞ്ജുവിന്റെയും വിവാഹം. മകളെ വേദനിപ്പിക്കുന്നതൊന്നും വല്യേച്ചി ചെയ്യില്ലെന്ന് മനസ്സിലായി. ശ്രീദേവിയോട് പ്രതികാരത്തിന് കോപ്പ് കൂട്ടുമ്പോഴും സഞ്ജുവും ശ്രീകുട്ടിയും വേദനിക്കരുതെന്ന ചിന്തയാ മനസ്സിൽ. മുകുന്ദേട്ടനും ശ്രീദേവിയും ശത്രുക്കൾ, മകൻ പ്രിയപ്പെട്ടവൻ. മകൾക്ക് വേണ്ടി മാത്രമാണ് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം. അതിന് കവിതയെ ഒരു പരിചയാക്കുന്നു. കവിത ഒറ്റത്തടിയല്ലേ? അധ്വാനിക്കുന്നതെല്ലാം വല്യേച്ചിയുടെ മകൾക്ക് വേണ്ടിയും. കവിതയ്ക്കിനി ഒരു ജീവിതവുമില്ല. വല്യേച്ചിയെ ഏത് ചേരിയിലാണ് നിർത്തേണ്ടത്? സഞ്ജുവിന്റെ ചേരി തന്നെയാണ്. എന്റെ ലക്ഷ്യം വെച്ച് ശത്രുപാളയത്തിൽ തന്നെയാണ് വല്യേച്ചിയുടെ സ്ഥാനം. വല്യേച്ചിക്ക് ഇപ്പോഴും അറിയില്ല കവിത ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന്. ജീവൻ പോകുമ്പോൾ പോലും ശത്രുപക്ഷത്തുള്ള ആരും അറിയാൻ പോകുന്നില്ല വാൾ പിടിച്ചിരിക്കുന്നത് കവിതയാണെന്ന്. വല്യേച്ചിയും ശ്രീദേവിയും ഏറ്റുമുട്ടട്ടെ. എനിക്ക് കഴിയുന്നത് ഞാനും ചെയ്യും. ഹായ്, എന്ത് രസാ കാണാൻ. വന്ന് നീ എന്റെ റൂമിൽ കയറിയോടാ. മോഷ്ടിക്കാനല്ലേ നീ ഇവിടെ കയറിയത്? അല്ല, ഞാൻ വെറുതെ കേറുന്നതാ. കള്ളം പറയുന്നോടാ. മോഷ്ടിക്കാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പാത്തും പതുങ്ങി നടക്കുന്നത്? പറയടാ, താഴെ നിൽക്കാതെ നീ എന്തിനാ മുകളിലേക്ക് വന്നത്? അത് ലച്ചുനെ നോക്കാൻ വന്നതാ. ഏത് ലച്ചു? അമ്മു. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ മുന്നിൽ കള്ളം പറയുന്നോ? ഡാ, അവള് കിച്ചണിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേടാ നീ വന്നത്? ദേ, അല്ലാന്ന് പറഞ്ഞ നീ റൂമിൽ നിന്ന് പോവില്ല. ഡാ, നിന്നെ ഈ റൂമിൽ ഞാൻ പൂട്ടിയിടാൻ പോവാ. ഒരു കുഞ്ഞു പോലും അറിയില്ല. ആരും ചോദിച്ചിങ്ങോട്ട് വരാനും പോകുന്നില്ല.
എനിക്ക് പോണം, എനിക്ക് പോണം. പോവാനോ? മോഷ്ടിക്കാൻ വന്നവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഡാ, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. അയ്യോ, എടാ, ആള് കൊള്ളാലോ. നീ എന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കാണോ? ദേ, ഇതൊന്നും കണ്ടാ നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ലേ. നിന്നെ, നിന്റെ കൂടെ വന്ന എല്ലാത്തിനെയും പോലീസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. ഇനി ഞാൻ വരൂല. ഓഹ്, കേറ്. ഈ ചെക്കൻ എങ്ങനെ വല്യച്ഛയുടെ റൂമിൽ വന്നു? കാക്കാൻ കേറിയതാടി. ഞാൻ വരുമ്പോ റൂമിലുണ്ട്. കയ്യോടെ ഞാൻ പിടിച്ചു വെച്ചിരിക്കേ. ഇവനെ നമുക്ക് എന്ത് ചെയ്യണം? പോലീസിൽ ഏൽപ്പിക്കല്ലടി. അല്ല, ഇവൻ എന്തായി കാണിക്കുന്നത്? രക്ഷപ്പെടാനുള്ള അടവാ. ഇതൊക്കെ ഇവന്റെ സ്ഥിരം പരിപാടിയേ. ഡാ, നിന്റെ നമ്പർ ഒന്നും ഇവിടെ ഇറക്കല്ലേ. വല്യച്ചി, വേഗം ഇവനെ റൂമിൽ നിന്ന് ഇറക്കി വിട്. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള കുട്ടിയാ. ഇതവന്റെ അടവാണോന്നും നമുക്കറിയില്ല. സർജറി കഴിഞ്ഞു എന്നാ കേട്ടത്. അതെ, ഇവിടെ പിടിച്ചു വെച്ചാ പൊല്ലാപ്പാവും. ഇറങ്ങി പോടാ. നിക്കടാ അവിടെ. ഇതാരോടും പറയരുത് കേട്ടോ. പോ. വല്യേച്ചി, ഷോ, അവനെ വിരട്ടാതെ മയത്തെ സംസാരിച്ചിരുന്നെങ്കിലേ അമ്മുന്റെ വിവരങ്ങൾ ചോദിച്ചറിയായിരുന്നു. അത് ശരിയായിരുന്നു. ഷേ, യാദൃച്ഛികമായിട്ട് അവനെ ഈ റൂമിൽ കണ്ടപ്പോ എനിക്ക് അങ്ങ് ദേഷ്യം വന്നു. അതാ ഒന്ന് പേടിപ്പിച്ചത്. അവനും അമ്മുവും കൂട്ടുകാരെ പോലെ കഴിഞ്ഞെന്നാ കേട്ടത്. അവളുടെ കല്യാണക്കാരിയൊക്കെ അവനറിയാം. തീരെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും അമ്മുന്റെ ഭർത്താവിന്റെ പേരെങ്കിലും അവൻ അറിയാതിരിക്കില്ല. പേര് മനസ്സിലായാൽ അത് വെച്ചെല്ലാം അറിയുന്ന മട്ടിൽ അമ്മുവിനെ നമുക്ക് ശരിക്കൊന്ന് കൂടെയായിരുന്നു. ഭർത്താവിനെ പറ്റി എല്ലാം അവൾക്ക് പറയേണ്ടി വരും. നീ വാ, അവൻ പോയിട്ടുണ്ടാവില്ലേ. മോളിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. ആ, വെറുതെ പോയി ചോദിക്കാൻ പറ്റില്ല. അവൻ നന്നായി പേടിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് അനുനയിപ്പിച്ചു നോക്കാം. അതെ, ശ്രീകുട്ടിയുടെ റൂമിൽ ചോക്ലേറ്റ് ഉണ്ടാവും. അതില് വീഴാത്ത കുട്ടികളുണ്ടാവില്ല. നീ വാ, വേഗം വാ. വാ. അവിടെ നിക്ക്. നീ പേടിക്കണ്ട. വഴക്ക് പറയാനൊന്നും അല്ല. മോൻ പേടിക്കുമെന്നറിയാനല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മോൻ അത് കേട്ട് പേടിച്ചു പോയോ? മോശം. ആൺകുട്ടികൾ ഇങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? അല്ലേ കവിതേ? ആ, പിന്നല്ലേ. ഇപ്പൊ പേടി പോയോ? ആ, നീ എന്നെ തള്ളിയിട്ടിട്ടും ഞാൻ നിന്നെ തല്ലിയോ? ഇല്ലല്ലോ. അധികം കാറടക്കം വന്നതാ, അല്ലാതെ തള്ളിയിട്ടൊന്നല്ല. അയ്യോ പാവം, നീ ഇവനെ തെറ്റിദ്ധരിച്ചല്ലോ കവിതേ. അത് പിന്നെ ഞാൻ അറിഞ്ഞോ ചേച്ചി ഇവൻ കാർ എടുക്കാനാ വന്നെന്ന്? ഇല്ലെങ്കിൽ ഞാൻ ഇവനെ വഴക്കുറയായിരുന്നോ? അത് ആന്റി കൂടെ പറഞ്ഞതാ. അയ്യോ പോട്ടടാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്താ മോന്റെ പേര്? നന്ദുട്ടൻ. ആഹാ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 6th സ്റ്റാൻഡേർഡ്. വാവ്. നിന്നെ ഞാൻ പേടിപ്പിച്ചതാണെന്ന് മനസ്സിലായോ? മോന്റെ സങ്കടം മാറാനേ ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. വാങ്ങിച്ചോടാ. നിന്നോട് ഇഷ്ടം തോന്നിട്ടല്ലേ വല്യേച്ചി തന്നത്? അതെ, എനിക്ക് ആൺകുട്ടികളോട് വലിയ ഇഷ്ടം. മോനിത് വാങ്ങ്. ദേ, ഇത് വാങ്ങിയില്ലെങ്കിലേ മോൻ എന്നോട് ദേഷ്യമാണെന്ന് ഞാൻ കരുതു. ദാ. ആ, കഴിക്കുമോനെ. ചോക്ലേറ്റ് വേണമെങ്കിൽ പറഞ്ഞാ മതി, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കഴിക്കുന്ന എന്തൂട്ടാ? മോനും അമ്മും നല്ല കൂട്ടല്ലേ? അതെ, അവൾ എപ്പോഴും മോനെ കുറിച്ച് പറയും. ആ, അമ്മുന്റെ കല്യാണത്തിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലേ? പാവ അമ്മു. പിന്നെ വേറെ പയ്യൻ വന്നിട്ടല്ലേ അവളെ കല്യാണം കഴിച്ചത്? ആ,
ഫോട്ടോയിൽ കണ്ട ആള് തന്നെയാ വന്നത്. ഫോട്ടോയിലോ? ഏത് ഫോട്ടോ? ആ ഫോട്ടോ കാണിച്ചല്ലേ കല്യാണം ഉറപ്പിച്ചത്. ആ പയ്യന്റെ ഫോട്ടോ എവിടുന്ന് കിട്ടി? അത് അച്ഛമ്മയ്ക്കേ അറിയൂ. ലച്ചുനെ കെട്ടാൻ പോകുന്ന പയ്യനെന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചത്. ആ പയ്യൻ അവളെ കാണാൻ വീട്ടിൽ വന്നോ? ഇല്ല, അച്ഛമ്മ ചുമ്മാ അറിഞ്ഞ. നരേന്ദ്രമാമന് വേണ്ടി ലച്ചുനെ കെട്ടിക്കാൻ അച്ഛമ്മ കള്ളം പറഞ്ഞല്ലേ. കല്യാണ സമയപ്പോ ലച്ചുന്റെ രാജകുമാരൻ കാറിൽ വന്നു. ലച്ചുനെ കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അയ്യോ, എന്താ അവന്റെ പേര്? ലച്ചുന്റെ പയ്യൻ ആരാന്ന് നിങ്ങൾക്കറിയല്ലേ? അല്ല, അറിയാങ്കി മോനോട് ചോദിക്കൂ. എന്താ തന്തൂട്ടാ അവന്റെ പേര്? അയ്യോ, അവൾ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ, ഞാനങ്ങ് മറന്നുപോയി. വല്യച്ചോടും പറഞ്ഞതല്ലേ. ഞാനും അതങ്ങ് മറന്നു കവിത. അല്ല, എന്താ മോനെ അവന്റെ പേര്? ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടന്റെ പേര് ഇവർക്ക് അറിയാത്ത പോലെ. എന്തോ കുഴപ്പമുണ്ട്. ആരോടൊന്നും പറയണ്ടെന്ന് ലച്ചു പറഞ്ഞിട്ടുണ്ട്. മോനെന്താ ഈ ആലോചിക്കുന്നേ? ആ ചേട്ടന്റെ പേര് ഞാനും മറന്നു. അവൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? അറിയത്തില്ല. അവന് പിന്നെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പോവാണേ. മോശം. ഇപ്പൊ എന്തായി? ദേ, ഇവൻ അവളെക്കാട്ടി വലിയ കള്ളനാ. അവൻ ആലോചിച്ച് നിന്നപ്പോഴേ എനിക്ക് തോന്നിയതാ, ഈ പീറ ചെറുക്കന്റെ മുന്നിൽ നാണം കെട്ടത് മാത്രം മിച്ചം. ലച്ചുവിനെ കാണുന്നില്ലല്ലോ. ശ്രീജ കൂടെ കയറി വന്ന ഉദ്ദേശിച്ചത് നടക്കില്ല. എന്തിനാ വല്യമ്മ വരാൻ പറഞ്ഞേ? ഞങ്ങള് രാവിലെ അങ്ങ് പോകുമ്പോളെ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രീജയ്ക്ക് അർജുൻ അക്കൗണ്ട് നമ്പർ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനൊന്നും നിക്കണ്ട, നിങ്ങളങ്ങ് പോയാ മതി. എടി, നീ എന്തിനാടി അവനെ അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ വിളിക്കുന്നേ? ചേട്ടാന്ന് വിളിച്ചാ പോരെ? ലച്ചുനെ എങ്ങനെ വിളിക്കുന്നതാണ് അച്ഛമ്മേ? നീ നാണിച്ചു ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോ? നിന്റെ തലയ്ക്ക് മുകളിലാ ഓരോരുത്തകൾ കാല് വെച്ചിരിക്കുന്നത്. വല്യമ്മ വിളിപ്പിച്ച കാര്യം പറ. അതെ, ഞാൻ നാളെ ഇവിടുന്ന് പോയാലും പണം അർജുന്റെ അക്കൗണ്ടിൽ എത്തിയാലേ എനിക്ക് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റൂ. അവൻ പറഞ്ഞ ഉറപ്പില്ല ഞാൻ പോകുന്നത്. അദ്ദേഹം വാക്ക് മാറ്റി പറയില്ല. വാക്ക് മാറിയാലേ വണ്ടി എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിടേണ്ടി വരുമോളെ. എന്നെ കാണാനേ കടക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഇവിടെ ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. വല്യമ്മ അതിനെന്നെ ഒന്ന് അനുവദിക്കണം. നിനക്ക് കിട്ടാൻ പോകുന്നത് 2 കോടിക്ക് പുറത്തു വരുമെന്നാ ഞാൻ അറിഞ്ഞത്. അതിനകത്തൊരു ചെറിയ തുകയാവൻ പറഞ്ഞത്. നിനക്ക് ജീവിക്കാൻ ഈ കാണുന്ന സ്വത്തൊക്കെ പോരെ? അദ്ദേഹം അങ്ങനെ പറഞ്ഞേ തന്നെ ഭാഗ്യെന്ന് ഞാൻ കരുതുന്നു. മോനെ, നിന്റെ അമ്മ എവിടെടാ? നീ ചെന്ന് അവളെ വിളിച്ചോണ്ടോ. പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ? അമ്മ TV കാണാം. ഇതെന്താ? ശ്രീജ അറിയാൻ പാടില്ല. ഇതെന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പരും എല്ലാം ഉണ്ട്. 10 ലക്ഷം രൂപ കൂടി ഇതിലിട്ട് തരാൻ മോൾ അവനോടൊന്ന് പറയണം. ഞാൻ വയസ്സായി വരികയല്ലേ മോളെ. അർജുന് ശ്രീജ അറിയാതെ കുറച്ച് കാശ് എന്റെ പേരിലും കിടന്നോട്ടെ. ഒരസുഖം വന്നാൽ ചികിത്സിക്കാൻ എന്തെങ്കിലും വേണ്ടേ? കിട്ടുന്ന പണം വീട് പുതുക്കാനും കടക്കാർക്ക് കൊടുക്കാനും തികയത്തില്ല. ആ പിന്നെ 70 ലക്ഷത്തിൽ നിന്നല്ല 10 ലക്ഷം ഇതിലേക്ക് മാറ്റേണ്ടത്. ഇത് വല്യമ്മയ്ക്ക് നീ തരുന്ന ഒരു സഹായമായിട്ടേ ഞാൻ കാണൂ. ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞാ പോരാ, നീ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നീ പറഞ്ഞ അവന് കേട്ടേ പറ്റൂ. ഇനി വല്യമ്മ ഇങ്ങോട്ട് വരല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. വല്യമ്മ ധരിച്ചു വെച്ചിരിക്കുന്നൊന്നും സത്യമല്ല. എല്ലാം ശരിയാവും. ഇനി മോള് ചെല്ല്. ശ്രീജ ഇപ്പൊ വരുവേ. അവന്റെ ജോലി തിരക്ക് കണ്ട് നീ ഇന്നലത്തെ പോലെ വേറെ മുറി പോയി കിടന്നേക്കരുത്.
ഞാൻ വന്ന് നോക്കും. ആ പിന്നെ വല്യമ്മയ്ക്കുള്ള 10 ലക്ഷത്തിന്റെ കാര്യേ അവനെ ഇപ്പൊ തന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവൻ വാതിലടയ്ക്കുന്നതിന് മുമ്പ് ചെല്ല് 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 പോ. എല്ലാരും 70 ലക്ഷത്തിന്റെ കണക്ക് മാത്രം അറിഞ്ഞാ മതി. ആ ഇന്ന് രാത്രി കൂടി എവിടെ കഴിച്ചുകൂട്ടും? റൂമിലേക്ക് പോയാ ഇന്നലത്തെ പോലെ വല്യമ്മ വരും. ഉറങ്ങുന്നതിന് മുമ്പ് അവര് നോക്കാൻ വരുന്ന കാര്യം തീർച്ചയാ. ചേച്ചിയുടെ അടുത്തേക്ക് പോയാലോ? സാധാരണ ചിലപ്പോഴൊക്കെ ചേച്ചി എന്റെ റൂമിലേക്കാ വരുന്നത്. അങ്ങോട്ട് ചെന്നാ ചേച്ചിക്ക് സന്തോഷാവും. ചേച്ചിയെ കാണാൻ ചേച്ചിയുടെ അമ്മ ചെല്ലാറുണ്ട്. ചേച്ചിയുടെ അച്ഛൻ വീഡിയോ കോളിൽ വരുന്നത് രാത്രിയില്ല. അന്നേരം ചേച്ചിയുടെ അമ്മ അവിടെ ഉണ്ടാവും. എന്നെ കണ്ട ചേച്ചി അമ്മയും തമ്മിൽ വഴക്കാവും. അമ്മ ഉറങ്ങി നോക്കാം. അമ്മ റൂം ലോക്ക് ചെയ്തിരിക്കാം. മരുന്ന് കഴിച്ചിട്ട് അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. ശോ, എങ്ങനെ വിളിച്ചോണത്ത? ടെറസിലേക്ക് പോയാൽ ആരും അറിയില്ല. പക്ഷേ കൂട്ടുകാരൻ അവിടെ വന്നാലോ? ഇന്ന് രാത്രി വെളുപ്പിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ദൈവമേ ദൈവമേ, വല്യമ്മ! ഇവിടേക്ക് രാത്രിയിൽ ആരും വരില്ല. വല്യമ്മ ചിലപ്പോ എന്റെ റൂമിൽ ചെന്ന് നോക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ റൂമിന്റെ വാതിലിൽ ചെന്ന് തട്ടാനുള്ള ധൈര്യമൊന്നും വല്യമ്മ കാണിക്കില്ല. നമുക്ക് ബാധ്യത ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്തിനാ അപ്പച്ചി വെച്ചോണ്ടിരിക്കുന്നത്? ഗൗതം ഏതൊക്കെ വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ അപ്പച്ചി പറഞ്ഞു. എന്നിട്ട് എന്താ കാര്യം? അയാളുടെ മുഴുവൻ വിവരക്കേടുകളും ഈ ഫയലുണ്ട്. ഇതുവരെയുള്ള ഗൗതമിന്റെ പെർഫോമൻസ് അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കറിയാലോ, നീ സപ്പോർട്ട് ചെയ്ത പോലും നമുക്ക് ബാധ്യത ഉണ്ടാക്കുന്ന ആരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യില്ല. അതെ, ഇയാളുടെ കാര്യത്തിൽ അപ്പച്ചി പ്രൊട്ടക്ട് ചെയ്യുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. ഗൗതമിനെ ഞാനല്ലാതെ പിന്നെ ആര് പ്രൊട്ടക്ട് ചെയ്യും? അയാൾ എന്റെ ഭർത്താവാ. അതുമല്ല, തൊഴിലാളികളോടുള്ള ഇയാളുടെ പെരുമാറ്റം വളരെ മോശമാണ്. ഇന്നേ വരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഞാൻ കേട്ടിട്ടില്ല. അയാള് കാരണം പല സൈറ്റിൽ നിന്നാ പരാതികൾ വരുന്നത്. ദിനേശനെ കുറിച്ചും കംപ്ലൈന്റ് ഉണ്ട്. ഗൗതമിനേക്കാൾ കൂടുതലാ ദിനേശനെ കുറിച്ചുള്ള പരാതി. എനിക്കതറിയാം. ദിനേശൻ അങ്കിൾ ഈ കുടുംബത്തിൽ അംഗമാ. അതുപോലെയാണോ ഗൗതം? അയാൾ തന്നൊരു ബയോഡേറ്റ അല്ലാതെ അയാളെ പറ്റി എന്തറിയാം? എവിടെ നിന്ന് അയാൾ ഇങ്ങോട്ട് വന്നതെന്ന് അപ്പച്ചിക്ക് അറിയോ? എക്സ്പീരിയൻസ് അറിയോ? അറിയാമടാ, സെൻട്രൽ ജയിലിൽ നിന്നാ ഗൗതം വരുന്നത്. എന്റെ കഴുത്തിലൊരു താലി കെട്ടിപ്പോയതാ ഗൗതം. ജയിലിൽ കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് 5 വർഷം. അത് മതി നിന്നെ തറ പറ്റിക്കാൻ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സഞ്ജു പറയൂ. അപ്പച്ചി അയാൾക്കൊരു വാണിംഗ് കൊടുക്ക്. അയാളുടെ ഭാഗത്ത് നിന്ന് ഇനി ഇതാണ് ആവർത്തിക്കുന്നെങ്കിൽ പിരിച്ചുവിടുമെന്ന് പറയൂ. ഞാനൊരു നോട്ടീസ് തന്നെ കൊടുത്തേക്കാം. എന്റെ ഭാഗത്തുനിന്ന് ഒരു ദയയും അയാൾ ഇനി പ്രതീക്ഷിക്കണ്ട. അപ്പച്ചിയോട് അത്രയും കടുപ്പിച്ച് പറയാൻ പാടില്ലായിരുന്നു. ദിനേശൻ അങ്ങളുടെ അനാവശ്യ ഇടപെടൽ ഒരു പരിധിവരെ അപ്പച്ചി തടയുന്നത് ഗൗതമിനെ കൊണ്ടാ. അതുകൊണ്ട് അയാളോടൊരു സോഫ്റ്റ് കോർണർ അപ്പച്ചിക്കുള്ളത്. മനസ്സ് നിയന്ത്രണം വിട്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യും? ലക്ഷ്മിയുടെ ബന്ധുക്കൾ പോവാതെ ഒരു സ്വസ്ഥതയും കിട്ടില്ല. ഇനി ആ സ്ത്രീ എന്തൊക്കെ പുലിവാലുകളാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കറിയാം. ലക്ഷ്മിയെ ഇന്നും റൂമിൽ കിടന്നുറങ്ങാൻ അവർ സമ്മതിക്കില്ല. അവൾ എവിടേക്കാ പോയതെന്ന് അന്വേഷിച്ചു പോകാനും പറ്റില്ല. എവിടെയെങ്കിലും പോയി കിടക്കട്ടെ.